അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ കണ്ടല്ലോ, അതേ ഓണം ആകാറായപ്പോഴത്തേക്കും വാഴയില പോയി സംഘടിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വാഴയില കഴിക്കണം എന്നൊരാഗ്രഹം, പക്ഷേ സദ്യയൊന്നുമല്ല, നമ്മുടെ ബസ്മതി റൈസ് തന്നെ. അതില്ലാത്ത കളി ഇല്ല എനിക്ക്. ഇത് കണ്ട, നെയ്യും എണ്ണയൊന്നും ചേർക്കാതെ നമ്മുടെ സാധാ റൈസ് വെക്കുന്ന കണക്ക് വേവിച്ചെടുക്കുന്നതാ. ഇത് കണ്ടല്ലോ. അതിൻ്റെ ഒപ്പം ഇന്ന് ഇറച്ചിക്കറി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബസ്മതി റൈസ് ആക്കിയത്. അല്ലേലും അതാണ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. എന്തുവാണെന്നറിയാം, കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അതെ ഒരു ഇച്ചിരി ഒരാഗ്രഹം, അത്രേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോഴേക്കും ചോദിച്ചു ഇന്നെന്താ അച്ചാറില്ലാത്തതെന്ന്. ആ ഒരു ഇതങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇതേ നല്ല പാവയ്ക്ക അച്ചാർ, പിന്നെ നമ്മുടെ തൈര് സാലഡ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതേണ്ടത് ഇങ്ങനെയാണേ. വേറൊരു കാര്യം കാണിച്ചിട്ടെ, കഴിഞ്ഞ ദിവസമേ ഞാനേ ഫ്രൂട്ട്സ് വാങ്ങിച്ചപ്പോഴേക്കും ഇത് അവിടെ ഇരിക്കുന്നത്, ഇത് നമ്മുടെ ഈ വണ്ടിയിലൊക്കെ തൂക്കിയിടുമല്ലോ, അത് ഇങ്ങനെ ഒരു സാധനം, മുന്തിരിങ്ങ, ഒരു പ്ലാസ്റ്റിക് മുന്തിരിങ്ങ. ആ ഒരു ഫീല് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ സാധാ മുന്തിരിങ്ങ പോലെ തന്നെ, എന്നാൽ നല്ല മധുരമുള്ള ഒരു തരത്തിലുള്ള സാധനമാണ് ഇത്. ഇത് കണ്ടോ, കറക്റ്റ് അത് തന്നെ നമ്മുടെ വണ്ടികളിലൊക്കെ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി തൂക്കിയിടത്തില്ലേ, സാധാ മുന്തിരിങ്ങ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇങ്ങനെയാണ്. കപ്പ ബിരിയാണി കൊള്ളാം. ഈ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതുകൊണ്ട് അതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും. പിന്നെ നമ്മുടെ റൈസ്